കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കും. മുകേഷ് കാൻഡിഡേറ്റ് ആകുമ്പോൾ ഞാനുണ്ട് അവിടെ. അപ്പോൾ ആ അനുഭവം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം പോലെയൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കൊല്ലം എസ് എൻ കോളേജ് ഇനി KSU ആണെങ്കിലും SFI ആണെങ്കിലും ഒക്കെ രണ്ടും ശക്തമായിരുന്നു. എല്ലാം ഒറ്റയടിക്ക് എല്ലാ സീറ്റുകളും ആരും കൊണ്ടുപോകുന്ന സമയമില്ല. ഫൈറ്റ് ചെയ്തിട്ട് വിജയിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇവർ രണ്ടുപേരെയും പിൻബലമില്ലാതെ കലാകാരൻ എന്ന നിലയിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് നിന്നത്. എന്നിട്ട് പോലും ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജയിച്ച സ്ഥാനാർത്ഥികൾ എനിക്ക് വന്ന് ഷേക്കാൻ്റെ എന്നിട്ട് പറഞ്ഞു, ഇത്ര വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് അവിടെ അന്നേ തന്നെ ഒരു കലാകാരൻ്റെ പരിഗണന. കലാകാരൻ എന്ന് പറഞ്ഞാൽ സിനിമയൊന്നും അഭിനയിച്ചിട്ടില്ല, മിമിക്രി, നാടകം. അപ്പോൾ അതുപോലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ആത്മാർത്ഥത വെച്ചിട്ട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, മുകേഷ് ഒരു പഠിക്കുന്ന കാലത്ത് തന്നെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആ കോളേജിൻ്റെ ഒരു അഭിമാന പ്രതീകമായി വിലയിരുത്തപ്പെട്ടിരുന്നു. കോളേജിനെ പ്രതികരിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു പരിഗണന അന്ന് കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കലാകാരൻ എന്നുള്ളത് പലപ്പോഴും എതിർ വിഭാഗം ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ട് മാറുകയല്ലേ? ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, ഒരു താരം പാർലമെൻറ്റിൽ പോയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അല്ല, നിയമസഭയിൽ പോയാൽ എന്ത് ചെയ്യാൻ കഴിയും? അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പോയാൽ. ഇതിപ്പോൾ ഞാൻ സിനിമയിലുള്ള ഒരു കാര്യം പറയാം. സിനിമയിൽ പുതിയ ഒരാൾ വരുന്നു, പുതുമുഖം. ഒരുപാട് പേര് ചോദിക്കും, നല്ല പഴയ ആൾക്കാർ ഇവിടെ കിടക്കുമ്പോൾ ഈ പുതുമുഖത്തിന് എന്ത് സ്ഥാനം? അവരൊക്കെ ഒരു ദിവസം പുതുമുഖമായിരുന്നു. പുതുമുഖത്തിനൊരു ചാൻസ് കൊടുത്തെങ്കിലല്ലേ അവൻ്റെ കാലിബർ എന്താണെന്നുള്ള മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചാൻസാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചാൻസ് എനിക്ക് നിയമസഭയിൽ തന്നതുകൊണ്ട് എനിക്കിവിടെ അതിഗംഭീരമായ, അതല്ലെങ്കിൽ ഇപ്പം മെനഞ്ഞാന്ന് തന്നെ പ്രകാശ് ബാബു CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത്, ഞാൻ ഒരു MLA ആയിരുന്നു, 1748 കോടി രൂപയുടെ വികസനം ഈ കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് കണക്കും പ്രകാരം നിങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. അവിടെ കലാകാരൻ്റെ ശക്തി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രോജക്റ്റുകൾ ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് പെട്ടെന്ന് സാങ്ഷനായി കിട്ടാനും മുകേഷിൻ്റെ ഈ ഒരു ഐഡൻറ്റിറ്റി സഹായകമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കലാകാരനല്ലായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ശീർഷകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പാലമുണ്ട്, അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മിനിസ്ട്രീസ് ഇത് നോക്കിയിട്ട് നോട്ട് ഫീസിബിൾ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാണ്. അവിടുത്തെ, അതായത് മൺട്രോത്തുരുത്തിലോട്ട് കയറുകയാണ് കൊല്ലത്തുനിന്ന് 14-18 കിലോമീറ്റർ ലാഭിച്ച് കയറാൻ പറ്റിയ ടൂറിസം ഡെസ്റ്റിനേഷനും കൂടെയാണ്. അപ്പം എല്ലാവരും ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ജങ്കാറി പോകാനാണ് യോഗം, എന്ത് ചെയ്യാനൊക്കും MLA എന്ന് ചോദിച്ചു. അതെൻ്റെ മനസ്സിനകത്ത് നല്ല കോറി. ഞാൻ അവിടെ പോയി എൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയാൻ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കി പറഞ്ഞ് ശരിയാക്കി അവസാനം ആ പാലം യാഥാർത്ഥ്യമാക്കി. ഓൺലൈനിലാണ് മുഖ്യമന്ത്രി അന്ന് കൊറോണ ആയതുകൊണ്ട്. ആ TV-യുടെ മുമ്പിൽ തടിച്ചുകൂടിയ അവിടുത്തെ ആൾക്കാർക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലായിരുന്നു. ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു കയ്യടിയുണ്ട്. അതിൻ്റെ ആ കൊറോണയുടെ സമയത്തുള്ള ഒരു കാര്യമാണ് ഇത്. അവസാനത്തെ ഇത്രയും രൂപയൊക്കെ കോടിക്കണക്കിന് 45 കോടിയൊക്കെ ആയതുകൊണ്ട് ക്യാബിനറ്റിൻ്റെ അംഗീകാരം വേണം. ലാസ്റ്റ് ക്യാബിനറ്റാണ്. അത് കഴിഞ്ഞാൽ ആ ടേമിൻ്റെ ക്യാബിനറ്റ് ഇനി അടുത്ത ടേമിൽ ആര് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ലാസ്റ്റ് ക്യാബിനറ്റിൽ ഇത്രയും കോപ്പികൾ വേണം, ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും കൊടുക്കണം. തലേ ദിവസം രാത്രിയാണ്, വൈകുന്നേരമാണ്. 9 മണിക്കകം ഈ കോപ്പി ഇല്ലെങ്കിൽ അടുത്ത ടേമിലേക്ക് മാറ്റി വെക്കും ഈ പാലം. ഞാനവിടെ പിന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഓഫീസർ, പൊതുമരാമത്തിൽ എല്ലാം ചെന്ന് ഇങ്ങനെ ഇത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഈ ആർക്കും ഒന്നും ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല, കൊറോണ ആയതുകൊണ്ട്. അവർക്ക് കൂടെ 3 പേരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ കുറച്ചൊന്ന് ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ അഭിലാഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ തമ്മി സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾക്ക് പകരം
ഒരു കാര്യം ചെയ്യാതെ തരാമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈക്കൂലിയല്ലോ എന്ന് ഞാൻ പറഞ്ഞ് എന്നാൽ കഴിയുന്ന എന്തും ചെയ്തു തരാം. അപ്പോൾ അവർ പറഞ്ഞു ശരി 9 മണിക്ക് വാ, ഞങ്ങൾ ശരിയാക്കി തരാം. പക്ഷേ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം, വീട്ടിൽ കാണിച്ചില്ല വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞു ഈ പ്രിവിലേജ് ലോകത്ത് ഒരു സിനിമാ നടന് മാത്രമേ ഉള്ളൂ പാലം പണിഞ്ഞതാണ്. അപ്പം അവിടെയൊക്കെ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പം 2 മന്ത്രിമാരും, അന്ന് തോമസ് ഐസക് ഇന്ന് ബാലഗോപാലും, 2 പേരും മന്ത്രിമാർ പറയുന്നുണ്ട് ഇയാൾ രാവിലെ വന്ന് ഓഫീസിലിരുന്നാൽ എങ്ങനെ നോ എന്ന് പറയുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ ശരിയാക്കി കൊടുക്കുന്നു. അവിടെയൊക്കെ നമ്മൾ സിനിമയായതുകൊണ്ടാണ്.